സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ വൈറ്റ് ഹിൽ. മാർബിൾ ക്വാറി നിശബ്ദമായിരുന്നു. അരണ്ട നാട്ടുവെളിച്ചം വെള്ള മാർബിൾ കഷ്ണങ്ങളിൽ തട്ടിയുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം ഉണ്ടവിടെ. ഗേറ്റുകളിലെ കാവൽപ്പുരകളിൽ വാച്ചർമാരുണ്ട്. അതിനാൽ ആ ഭാഗത്തു കൂടി പോയില്ല സിദ്ധാർത്ഥൻ. മാരീചനെ ചുമന്നുകൊണ്ട് വേസ്റ്റ് കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് കയറി അവൻ. ഇടയ്ക്ക് മാരീജൻ ഒന്നനങ്ങി. സിദ്ധാർത്ഥൻ അയാളെ അവിടേക്കിട്ടു. മണ്ണും പൊടിയും ഇളക്കിക്കൊണ്ട് അയാൾ താഴേക്ക് നിരങ്ങിപ്പോയി. ഒരു ഞരക്കത്തോടെ, യാതൊരു തിടുക്കവും കൂടാതെ സിദ്ധാർത്ഥൻ അയാൾക്ക് പിന്നാലെ ചെന്നു. തലയിലെ ചാക്ക് വലിച്ചു മാറ്റി. പിന്നെ ആദ്യം ചെയ്തത് അയാളുടെ ഉടുമുണ്ട് വലിച്ചുരിഞ്ഞ് അത് മൂന്നായി വലിച്ചു കീറുകയായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് മാരീജൻ്റെ കൈകൾ പിന്നിലേക്ക് ചേർത്ത് കെട്ടി. മറ്റൊരു ഭാഗത്തിൽ കുറച്ചെടുത്ത് ചുരുട്ടി അയാളുടെ വായിൽ കുത്തി തിരുകി. മൂന്നാമത്തെ ഭാഗം കണ്ണുകളെ മറിച്ച് പിന്നോട്ട് കെട്ടി. തുടർന്ന് തറയിലൂടെ വലിച്ചിഴച്ചു. മാരീജന് അപ്പോഴേക്കും സ്വബോധം പൂർണ്ണമായും തിരികെ കിട്ടി. മൃഗത്തിൻ്റേതുപോലെ മൂക്കിലൂടെ ഒരു ശബ്ദം പുറത്തു ചാടി. സിദ്ധാർത്ഥൻ അത് ശ്രദ്ധിച്ചില്ല. മാരീജൻ കാലുകൾ തറയിൽ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ആ ക്ഷണം അവൻ പിടിവിട്ടു. പിന്നെ കാലുയർത്തി നെഞ്ചിൻ കൂടിനു മീതെ ഒറ്റ ചവിട്ട്. നീ അധികം കിടഞ്ഞ് പുളഞ്ഞാൽ ഒറ്റ ചവിട്ട് കൂടി ഞാൻ തരും. അതോടെ നിന്റെ കാര്യം തീരും. എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അപ്പോഴും മാരീചൻ അറിഞ്ഞുകൂടാ. വാതിൽ തുറന്നതും തലയിലേക്ക് എന്തോ വീണതും ഒരിടി കിട്ടിയതും മാത്രം ഓർമ്മയുണ്ട്. 10 മിനിറ്റോളം വീണ്ടും അയാളെ വലിച്ചിഴച്ചു സിദ്ധാർത്ഥൻ. മുന്നിൽ കൊക്കയേക്കാൾ താഴ്ച തോന്നിക്കുന്ന ഒരു നീണ്ട ചതുരക്കുഴി. പാതാളത്തോളം താഴ്ചയിൽ മാർബിൾ പീസുകൾ എടുത്തതാണത്. സിദ്ധാർത്ഥൻ ഒരു കല്ല് കാൽ കൊണ്ട് തട്ടി അതിലേക്കിട്ടു. 5 സെക്കൻഡെങ്കിലും കഴിഞ്ഞു കാണും കുഴിയിൽ അത് വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ. പ്രതിധ്വനി പോലെ ഒരു ഒച്ച മുകളിലേക്ക് വന്നു. സിദ്ധാർത്ഥൻ മാരീചനെ പിടിച്ചുയർത്തി ആ ചതുരക്കുഴിയുടെ വക്കിലേക്ക് നീക്കി നിർത്തി. ഒപ്പം പറഞ്ഞു, ഇവിടെ നിന്ന് നീ ഒന്ന് അനങ്ങുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്താൽ പിന്നെ നീയില്ല മാരീജ. നോക്ക്. അവൻ അയാളുടെ കണ്ണിൻ്റെ കെട്ടഴിച്ചു. കിടുങ്ങിപ്പോയി മാരീജൻ. ഒരു അലർച്ച. അയാളുടെ തൊണ്ടക്കുഴിയിൽ പുറത്തു ചാടാനാവാതെ കിടന്ന് പിടഞ്ഞു. ഞാൻ പറഞ്ഞത് നീ കേട്ടോടാ. അയാൾ പേടിയോടെ തലയാട്ടി. എങ്കിൽ ഞാൻ വീണ്ടും നിന്റെ കണ്ണ് കെട്ടുകയാണ്. പിന്നെ നിനക്ക് സംസാരിക്കാനുള്ള അവസരം തരാം. പക്ഷേ നിലവിളിക്കാനാണ് ഭാവമെങ്കിൽ കണ്ടോടാ. അവൻ ഒരു കല്ലുകൂടി തട്ടിയിട്ടു. അത് കുഴിയിലെ ഇരുളിലേക്ക് പോകുന്നത് മിന്നായം പോലെ മാരീചൻ കണ്ടു. കൈകൾ പിന്നിൽ കെട്ടിയിരിക്കുന്നതിനാൽ താൻ നിസ്സഹായനാണെന്ന് അയാൾ അറിഞ്ഞു. അയാളുടെ ഊർജം ചോർന്നു തുടങ്ങി. സിദ്ധാർത്ഥൻ വീണ്ടും അയാളുടെ കണ്ണുകൾ കെട്ടുകയും വായിലെ തുണി വലിച്ചു മാറ്റുകയും ചെയ്തു. എന്നെ കൊല്ലരുത്. തിരിയാൻ ഭാവിച്ചുകൊണ്ട് മാരീചൻ വിലപിച്ചു. എടാ പതുക്കെ. സിദ്ധാർത്ഥൻ്റെ മുന്നറിയിപ്പ്. നീ പറയുന്നത് എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ മതി. അല്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി അങ്ങ് വിടും. മേലുകീഴ് നോക്കാതെ എന്തും ചെയ്തു പോകുന്ന മാനസികാവസ്ഥയിലാ ഇപ്പം ഞാൻ. മനസ്സിലായോടാ നായി? അവൻ്റെ ശബ്ദം മാറിയിരുന്നു. ആയി. അയാളുടെ സ്വരം വിറച്ചു. നിങ്ങൾ ആരാ? എന്തിനാ എന്നെ? മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. സിദ്ധാർത്ഥൻ വിലക്കി. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഒട്ടും സംശയം ബാക്കി വയ്ക്കാതെ. സിദ്ധാർത്ഥൻ അല്പം പിന്നോട്ട് മാറി ഒരു മാർബിൾ കല്ലിലിരുന്നു. ഒരു കാലത്ത് ഇവിടം മുഴുവൻ മലകളായിരുന്നുവെന്നും അത് മുഴുവൻ മുറിച്ചു മാറ്റിയതാണെന്നും വിശ്വസിക്കാൻ അവന് പ്രയാസം തോന്നി. എൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകൂ മാരീജ. പക്ഷേ നിന്റെ ഉത്തരങ്ങൾ സത്യസന്ധമായിരിക്കണം. നീ കള്ളമാണ് പറയുന്നതെങ്കിൽ ഓരോ വാക്കും നിന്റെ ആയുസിൻ്റെ നീളം കുറച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഓർമ്മ വേണം. അവൻ പല്ല് ഞെരിച്ചു. ഞാൻ സത്യം പറയാം, മാരീജൻ പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ പറഞ്ഞോടാ. നീ കേരളത്തിൽ തണ്ണീർമുക്കം എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ കേട്ടു? ഞങ്ങളുടെ മുതലാളിയുടെ വീട് അവിടാ. സിദ്ധാർത്ഥൻ്റെ ഞരമ്പുകളിൽ ചോര കുതിച്ചോടി. നീ അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഷൺമുഖ പെരുമാൾ എങ്ങനെയാടാ കേരളീയനായത്? അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ചന്ദ്രശേഖരൻ എന്നാണെന്ന് എനിക്കറിയാം. എങ്ങനെ? സിദ്ധാർത്ഥനിൽ ഒരു വിറയൽ ബാധിച്ചു. ഞാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ. അപ്പോൾ നിനക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരിക്കുമല്ലോ. കുറച്ചൊക്കെ. കുഴിയുടെ വക്കിലാണ് നിൽക്കുന്നതെന്ന ഓർമ്മ കൊണ്ടാവണം മാരീചൻ പതുക്കെ ആടുന്നുണ്ടായിരുന്നു. ചന്ദ്രശേഖരൻ്റെ നാട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടെന്ന് നിനക്കറിയാമോ? അറിയാം. അപ്പോൾ ഇവിടെയുള്ളവരോടോ? അവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും തന്നെ. ജീവിതത്തിൽ ആദ്യമായി സിദ്ധാർത്ഥന് അച്ഛനോട് വെറുപ്പ് തോന്നി. 100 കണക്കിന് കോടികളുടെ ആസ്തിക്കിടയിൽ
ഇവിടുത്തെ ഭാര്യയും മക്കളും സുഖിച്ചു കഴിയുമ്പോൾ അങ്ങ് നാട്ടിൽ തങ്ങൾ ദുരിതങ്ങൾക്ക് നടുവിൽ വീട് പോലും ജപ്തി ഭീഷണിയിൽ. അവൻ ചിന്തിച്ചു. അപ്പോഴവന് നിസ്സഹായരായ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഓർമ്മ വന്നു. പക്ഷേ എല്ലാത്തിനുമിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഉള്ളതുപോലെ അച്ഛന് തങ്ങളെ ജീവനായിരുന്നു, അതുറപ്പ്. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു ബന്ധമുണ്ടാകണമെങ്കിലും എല്ലാം ഇവർക്ക് തന്നെ കൊടുക്കണമെങ്കിലും അതിനൊരു കാരണം കാണും. ഞാനൊന്നിരുന്നോട്ടെ. മാരീജിൻ്റെ ശബ്ദമാണവനെ ഉണർത്തിയത്. വേണ്ട. അവൻ്റെ ശബ്ദം മുറുകി. ചന്ദ്രശേഖർക്ക് ഇവിടെ ഭാര്യയും മക്കളും എങ്ങനെയുണ്ടായി? അയാൾ നാട്ടിലുള്ളവരെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ കാര്യം എന്താടാ? ഡ്രൈവറായ നിനക്ക് ഇതൊക്കെ അറിയാമല്ലോ. സിദ്ധാർത്ഥൻ കിതച്ചു. അത്തരം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പെരിയോർക്ക് ഇവിടെയുള്ളവരെ വലിയ പേടിയായിരുന്നു. പിന്നൊരു അളിയനുണ്ട്, ധനുഷ് കോടിയം നാടാർ. അയാളെയും. സിദ്ധാർത്ഥൻ ഒന്നമർത്തി മൂളി. ഇനിയുള്ള ചോദ്യങ്ങളാണ് മാരീജ ഏറെ പ്രധാനപ്പെട്ടത്. ഒരിടത്തും ഒരു പിഴവും ഉണ്ടാകാതെ നീ ഉത്തരം പറയണം. അല്ലെങ്കിൽ അറിയാമല്ലോ, അങ്ങ് പാതാളത്തിലേക്കാ നിന്റെ പോക്ക്. മാരീജന്റെ കാലുകൾ വിറച്ചു തുടങ്ങി. സിദ്ധാർത്ഥൻ തിരക്കി. ചന്ദ്രശേഖരൻ മുതലാളിയുടെ കൂടെ കേരളത്തിലേക്ക് പോയ ഡ്രൈവർ നീയല്ലേ, റോൾസ് റോയ്സിൽ? ആ അതെ. സിദ്ധാർത്ഥൻ്റെ ഹൃദയമിടിപ്പിന് വേഗതയേറി. പറയടാ, നീയല്ലേ അദ്ദേഹത്തെ കൊന്നത്? മാരീജന് മൗനം. സിദ്ധാർത്ഥൻ മുന്നോട്ടാഞ്ഞു. അയാളുടെ പിൻകഴുത്തിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ട് തള്ളാൻ ഭാവിച്ചു. നിന്നെ കൊല്ലാൻ പോവുകയാ ഞാൻ. അയ്യോ കൊല്ലല്ലേ, ഞാൻ പറയാം. അയാളുടെ വിറയൽ തൻ്റെ കയ്യിലൂടെ തിരിച്ചറിഞ്ഞു സിദ്ധാർത്ഥൻ. എങ്കിൽ പറയടാ കഴിവന്റെ മോനെ. ഞാനല്ല കൊന്നത്. പിന്നെ? ധനുഷ്കോടി നാടാരും 6 പടയാനും ഭൂപതി പാണ്ഡ്യനും ചേർന്ന്. ശിരസിൽ ഒരു താടനം ഏറ്റതുപോലെ പിടഞ്ഞുപോയി സിദ്ധാർത്ഥൻ. പിന്നോട്ട് നീങ്ങി ഒരു മാർബിൾ പാളിയിൽ അള്ളിപ്പിടിച്ചു അവൻ. താനിപ്പോൾ താഴെ വീഴും എന്ന് തോന്നി അവന്. രാധികയുടെ വിവാഹത്തിനുള്ള സമ്മാനങ്ങളുമായി വന്ന അച്ഛൻ, നാടാരും മറ്റും എങ്ങനെ അവിടെ എത്തി? വികാരവിക്ഷോഭത്താൽ അവൻ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഞങ്ങളുടെ പിന്നാലെ ഒരു വണ്ടിയിൽ അവരും ഉണ്ടായിരുന്നു. അവിടുത്തെ മകളുടെ വിവാഹത്തിന് ഒന്നും കൊടുക്കരുതെന്ന് ഇവിടുള്ളവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റാരും അറിയാതെ ആ റോൾസ് റോയ്സ് കാർ വാങ്ങി അദ്ദേഹം മാനേജറുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മധുരയിലെത്തിയിട്ടാണ് ഞങ്ങൾ ആഭരണങ്ങൾ പോലും വാങ്ങിയത്, മാരീജൻ വിശദീകരിച്ചു. എന്നിട്ടും രഹസ്യം ചോർന്നു. അദ്ദേഹത്തെ കൊല്ലാൻ അവർ പിന്നാലെയുണ്ടെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേടാ? സ്വയം നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥൻ്റെ ചോദ്യം. അറിയായിരുന്നു. സിദ്ധാർത്ഥൻ ഒരു കുതിപ്പിൽ മാരീജിനെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു തിരിച്ചു. നിന്നെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അദ്ദേഹം നിന്നെ തന്നെ കൂടെ കൂട്ടിയത്? അതെ. പട്ടി. സിദ്ധാർത്ഥൻ അയാളുടെ കവിളിൽ മാറി മാറി അടിച്ചു. നിന്നെ വിശ്വസിച്ച, നിനക്ക് ഉപ്പും ചോറും തന്ന ആ മനുഷ്യന്റെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? മാരീജൻ നിലവിളിച്ചില്ല. അടി അത്രയും സഹിച്ചു. കൈ കുഴഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥൻ അടി നിർത്തിയത്. ഇനി പറ, ആ 3 പേരിൽ ആരാ അദ്ദേഹത്തെ കൊന്നത്? എനിക്ക് കൊല്ലണം അവനെ. അതുപോലെ. അവൻ്റെ ശബ്ദം കല്ലിച്ചു. സത്യമായിട്ടും അതെനിക്കറിയില്ല. ആ ബണ്ടിൽ കാർ ഇടിപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ഓടി. ഡോർ തുറന്ന് മൂവരും അകത്തേക്ക് കയറുന്നതേ ഞാൻ കണ്ടുള്ളൂ. ബണ്ടിൻ്റെ ഇങ്ങേയറ്റത്ത് വന്ന് ഞാൻ കാത്തു നിന്നു. അവർ തിരികെ വന്നപ്പോൾ കൂടെ പോരുകയും ചെയ്തു. ഉന്മാദം പിടിച്ചതുപോലെ സിദ്ധാർത്ഥൻ തലയിളക്കിക്കൊണ്ടിരുന്നു. താൻ അന്വേഷിച്ചു വന്നതിൻ്റെ പകുതി അറിഞ്ഞു കഴിഞ്ഞു. ഇനിയുമുണ്ട് കുറേ കൂടി. അദ്ദേഹമാണെന്ന് പറഞ്ഞ് അവർ ഒരു ശവം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തില്ലേ? അതാരുടെയായിരുന്നു? അതൊക്കെ 6 പടയാൻ്റെ സെറ്റപ്പാ. ഒരു ശവത്തിനാണോ അവന് ബുദ്ധിമുട്ട്? മാരീജൻ്റെ ഒച്ചയടഞ്ഞു. ഒരു ചോദ്യം കൂടി. ആവശ്യം വന്നാൽ എല്ലാ സത്യങ്ങളും പോലീസിനോട് ഏറ്റുപറയാൻ നീ ഒരുക്കമാണോ? അങ്ങനെ ചെയ്താൽ മുതലാളിമാർ എന്നെ കൊല്ലും. നിനക്ക് ഞാൻ സംരക്ഷണം തന്നാലോ? എങ്കിൽ. അയാൾ പൂർത്തിയാക്കാതെ നിർത്തി. സിദ്ധാർത്ഥൻ പെട്ടെന്ന് തിരക്കി. നിങ്ങളുടെ മുതലാളിയുടെ മകനെ കൊല്ലാൻ ഇവിടെ നിന്ന് ആളെ അയച്ചതാരാ? അങ്ങനെയൊരു സംഭവം ഉണ്ടായോ? എനിക്കറിയത്തില്ല. ഓക്കെ. സിദ്ധാർത്ഥൻ തല കുടഞ്ഞു. എന്നോട് ഈ പറഞ്ഞതൊക്കെ നിന്റെ മുതലാളിമാർ അറിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് നിനക്ക് ഊഹിക്കാമോ? അവർ എന്നെ കൊല്ലും. ആ ഓർമ്മയുണ്ടായാൽ മതി. ഇനി അയാളിൽ നിന്ന് കാര്യമായി ഒന്നും അറിയാനില്ല. സിദ്ധാർത്ഥൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. പെട്ടെന്നായിരുന്നു മാരീജന്റെ ചോദ്യം. നിങ്ങൾ ആരാ? സിദ്ധാർത്ഥൻ പൊടുന്നനെ അയാളുടെ നേരെ തിരിഞ്ഞു. അയാളുടെ കണ്ണിലെ കെട്ടഴിച്ചു. അരണ്ട വെളിച്ചത്തിൽ മാരീജൻ അവനെ നോക്കി.
നിങ്ങൾ നിങ്ങൾ ഇന്നലെ വന്ന തൊഴിലാളിയല്ലേ? അതെ, അവൻ പറഞ്ഞു. ഞാൻ സിദ്ധാർത്ഥൻ, നിങ്ങളുടെ ഷൺമുഖ പെരുമാൾ എന്ന പെരിയോരുടെ മൂത്ത മകൻ. കേരളത്തിൽ നിന്ന് വന്നു. മാരീജൻ സ്തബ്ധനായി. മാർബിൾ ക്വാറി തനിക്ക് മീതെ അടർന്നു വീഴുന്നത് പോലെ തോന്നി അയാൾക്ക്. സിദ്ധാർത്ഥൻ നടന്നുപോയി. പെട്ടെന്ന് പിന്നിൽ ഒരു നിലവിളി. അവൻ ഞെട്ടിത്തിരിഞ്ഞു. മാർബിൾ ക്വാറിയിലെ ഗർത്തത്തിലേക്ക് താണുപോകുന്ന അലർച്ച. മാരീജൻ നിന്ന സ്ഥലത്ത് അയാളില്ല. പകരം ഓടിമറയുന്ന മറ്റൊരാൾ. ക്വാറിയിലെ ഗർത്തത്തിൽ എന്തോ പതിയുന്ന ഒച്ച. എടാ! സിദ്ധാർത്ഥൻ ഓടുന്നവൻ്റെ പിന്നാലെ കുതിച്ചു. കണ്ടെത്താനായില്ല. അവന് ഒരു ഉൾക്കിടിലമുണ്ടായി. തന്നെയും മാരീച്ചനെയും ആരോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവനാണ് മാരീച്ചനെ തള്ളി വീഴ്ത്തിയത്. കുരുക്കുകൾ മുറുകുകയാണെന്ന് സിദ്ധാർത്ഥന് തോന്നി. ഗർത്തത്തിനരികിൽ ചെന്ന് താഴേക്ക് നോക്കി. ഇരുൾ മാത്രം. അനക്കം പോലുമില്ല. അവൻ തിടുക്കത്തിൽ രഘുറാമിൻ്റെ വീട്ടിലേക്ക് ഓടി. പെട്ടെന്ന് അവൻ നിന്നു. മാരീച്ചൻ്റെ വീട്ടിൽ ആൾ ബഹളം. മുറ്റത്ത് വെളിച്ചമുണ്ട്. മാരീച്ചൻ്റെ ഭാര്യ ബഹളം വെച്ച ആളെ കൂട്ടിയിരിക്കുകയാണ്. ചിലർ ചുറ്റുപാടും ടോർച്ച് തെളിച്ച് തിരയുന്നു. സിദ്ധാർത്ഥന് അപകടം മണത്തു. അവൻ വേഗം റോഡരികിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കയ്യിലെയും മുഖത്തെയും കൺമഷി കഴുകിക്കളഞ്ഞു. പിന്നെ കുറുക്കുവഴിയെ രഘുറാമിൻ്റെ വീട്ടിലേക്കും എത്തി. തിണ്ണയിൽ കയറി കിടന്നു. നേരം പുലർന്നു. രഘുറാം വിളിച്ചപ്പോഴാണ് സിദ്ധാർത്ഥൻ കണ്ണു തുറന്നത്. നീ അറിഞ്ഞോടാ വിശേഷങ്ങൾ? രഘുറാമിൻ്റെ ചോദ്യം അതായിരുന്നു. അവൻ്റെ ഉള്ളൊന്നു കാളി. എങ്കിലും തിരക്കി. എന്താടാ? രാത്രിയിൽ ആ ഡ്രൈവർ മാരീസിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട്? സിദ്ധാർത്ഥൻ എഴുന്നേറ്റിരുന്നു. എവിടാണെന്ന് ഇതുവരെ ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല. അവൻ അല്പം ആശ്വാസമായി. മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഇന്നലെ 6 പടയാൻ ക്വാറിയിൽ വന്ന ഒരാളെ തല്ലിയില്ലേ? ആ സത്യദാസ്. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അതെ, അവൻ്റെ വീട് ആരോ തീ വെച്ച് നശിപ്പിച്ചു. സിദ്ധാർത്ഥൻ ഞെട്ടി. എന്നിട്ട് സത്യദാസും മറ്റും? അവരാ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ മാറിയിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. രഘുറാം സിദ്ധാർത്ഥനെ സൂക്ഷിച്ചു നോക്കി. സിധു, നീ പറഞ്ഞിട്ടല്ലേ സത്യദാസും കുടുംബവും അവിടെ നിന്ന് മാറിയത്? അതെ. ചിരിയോടെ അവൻ തലയാട്ടി. ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? ഏതായാലും എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ. എൻ്റെ ബുദ്ധിയായിരുന്നു ഇതെന്നൊന്നും ആരും അറിയണ്ട. അറിയണം. പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥൻ മുറ്റത്തേക്കിറങ്ങി. രഘുറാമേ, ഇനി പലതും അറിയാനും കാണാനും പോകുന്നേയുള്ളൂ. കളി തുടങ്ങുകയാണ് ഞാൻ. നീ നോക്കിക്കോ. അവൻ്റെ നിശ്ചയദാർഢ്യത രഘുരാമനെ ഭയപ്പെടുത്തി. വേണ്ട മോനെ. പെട്ടെന്ന് വാതിൽക്കൽ നിന്നൊരു ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. സീമന്തിനി. അവർ തുടർന്നു. ഇവിടുത്തെ മുതലാളിമാരെക്കുറിച്ച് മോൻ അറിയാഞ്ഞിട്ടാ. രഘു പറഞ്ഞ് ഞാൻ ചിലതൊക്കെ അറിഞ്ഞു. കണ്ണിൽ ചോരയില്ലാത്തവരാ അവര്. സിദ്ധാർത്ഥൻ പിന്നെയും ചിരിച്ചു. കണ്ണില്ലെങ്കിൽ അവൻ്റെയൊക്കെ നെഞ്ചിൽ കാണുമല്ലോ ചോര. അതിൻ്റെ അളവൊന്നെടുക്കാൻ തന്നെയാ എൻ്റെ തീരുമാനം. സീമന്തിനിക്കും ഭയമായി. അവർ പേടിയോടെ അവനെയും രഘുറാമിനെയും മാറി മാറി നോക്കി. സിദ്ധാർത്ഥൻ തുടർന്നു. അമ്മേ, ഞാൻ ഇവിടെ വന്നു പെട്ടത് ഒരു നിയോഗം മൂലമാ. അധികം വൈകാതെ മടങ്ങുകയും ചെയ്യും. അതിനു മുമ്പ് ഈ ക്വാറിയിലെ തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്തിയിരിക്കും ഞാൻ. സംശയം വേണ്ട. സമയം 8 മണി. സിദ്ധാർത്ഥനും രഘുറാമും ജോലിക്ക് പോയി. മാരീചിനെ കുറിച്ചുള്ള തെരച്ചിൽ തുടരുകയാണിപ്പോഴും. അത്ര വേഗം ആരും മാരീചിനെ കണ്ടെത്തില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു സിദ്ധാർത്ഥന്. പണി തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാച്ചർ വന്ന് സിദ്ധാർത്ഥനെ വിളിച്ചു. രാജഗുരു നിർദ്ദേശിച്ചതനുസരിച്ച് രഘുറാം ചുളിഞ്ഞ നെറ്റിയോടെ അവനെ നോക്കി. ഞാനിപ്പം വരാം. അവനോട് പറഞ്ഞിട്ട് സിദ്ധാർത്ഥൻ മാനേജറുടെ മുന്നിലെത്തി. രാജഗുരുവിൻ്റെ മുന്നിൽ മറ്റൊരാൾ കൂടി ഇരിപ്പുണ്ടായിരുന്നു. സിധു, ഇരിക്കെ. അയാൾ കസേരയിലേക്ക് കൈ ചൂണ്ടി. വേണ്ട സർ, ഞാൻ നിന്നോളാം. അവൻ വിനയം നടിച്ചു. അർഹതയുള്ളവനെ ഇരുത്തി തന്നെ സംസാരിക്കണം. താനിരിക്കെ. ഉള്ളിൽ എന്തോ വെച്ചിട്ടാണ് രാജഗുരു സംസാരിക്കുന്നത്. അവന് തീർച്ചയായി. അവനിരുന്നു. രാജഗുരു അവിടെ ഇരുന്ന ആളിനെ സിദ്ധാർത്ഥന് പരിചയപ്പെടുത്തി. ഇത് മിസ്റ്റർ വെങ്കിടാചലം, ഭരണകക്ഷിയുടെ ഇവിടുത്തെ പ്രാദേശിക നേതാവാ. ഇവിടെ തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ വേണമെന്ന് വർഷങ്ങളായി ഇദ്ദേഹവും ആഗ്രഹിക്കുന്നു. സിദ്ധാർത്ഥൻ തിരിഞ്ഞ് വെങ്കിടാചലത്തെ നോക്കി. അയാൾ തൊഴുതു. വണക്കം സർ. വണക്കം. രാജഗുരു പറഞ്ഞു. നിങ്ങളെ പരസ്പരം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിപ്പിച്ചതാ ഞാൻ. വൈകിട്ട് സിധു എൻ്റെ വീട്ടിലേക്ക് വരിക. വെങ്കിടാചലം അവിടെ ഉണ്ടാകും. ബാക്കിയൊക്കെ അവിടെ വെച്ച് തീരുമാനിക്കാം. വെങ്കിടാചലം പെട്ടെന്ന് യാത്ര പറഞ്ഞു പോയി. സിദ്ധാർത്ഥനും എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ രാജഗുരു തിരക്കി. സിധു അറിഞ്ഞോ? ആ മാരീചനെ കാണാനില്ല.
അവൻ്റെ മുഖം ഒന്ന് വിളറി. എങ്കിലും പെട്ടെന്ന് ഭാവം മാറി. അറിഞ്ഞു. മഹാഭാരതത്തിൽ ശകുനി പറയുന്ന ഒരു വാചകമുണ്ട്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന്. സിദ്ധാർത്ഥൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു മുള്ളു തറഞ്ഞു. അവൻ പറഞ്ഞു, കീചകൻ ചത്തോ ഇല്ലയോ എന്ന് ഇവിടെ ഉറപ്പില്ലല്ലോ സർ. അവൻ വേഗം പുറത്തിറങ്ങി. പുഞ്ചിരിയോടെ രാജഗുരു അത് നോക്കിയിരുന്നു. വഴിയിൽ സത്യദാസ് കാത്തു നിന്നിരുന്നു. സിധു പറഞ്ഞ പ്രകാരം വീട്ടിൽ നിന്ന് മാറി നിന്നതിനാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ വീട്, അതിനു പകരം പുതിയ വീട് കിട്ടും, ഇതെൻ്റെ വാക്കാ. അവൻ അകലേക്ക് നോക്കി. ഞാനെന്ന് ചോദിക്കുന്നത് കൊണ്ട് സിധുവിന് വേറൊന്നും തോന്നില്ലെങ്കിൽ അവൻ പരിങ്ങി. ചോദിച്ചോളൂ. വാസ്തവത്തിൽ സിധു ആരാ? ഞാനോ? നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളി. അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ സത്യദാസിൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി. 6 പടയാൻ വരും എന്നെ തേടി, എനിക്കുറപ്പാ. അവൻ വരട്ടെ, നമുക്ക് കാണാം. തിരിഞ്ഞു നോക്കാതെ തന്നെ സിദ്ധാർത്ഥൻ മറുപടി നൽകി. അവിശ്വസനീയ ഭാവത്തിൽ നിന്നുപോയി സത്യദാസ്. അപ്പോൾ സിദ്ധാർത്ഥൻ ഓർത്തു, തനിക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? ഇത് തൻ്റെ പേരിലുള്ള ക്വാറിയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടോ, അതോ പണ്ട് കോട്ടയത്തെ CVN കളരിയിൽ വെച്ച് ഗുരു പകർന്നു തന്ന ഉപദേശങ്ങളും അടവുകളും മർമ്മപ്രയോഗങ്ങളും കയ്യിലുള്ളതുകൊണ്ടോ? അതേക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ കണ്ണിൽ പെട്ടെന്ന് നനവ് പടർന്നു. അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് താൻ കളരി പഠനത്തിന് പോയത്. എന്തിനാണിതൊക്കെ എന്ന് താൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതിങ്ങനെയാണ്, സ്വയരക്ഷയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ ഇതൊക്കെ അച്ഛൻ നേരത്തെ മനസ്സിൽ കണ്ടിരിക്കും. അന്ന് കൈപ്പുഴമുട്ടിൽ പാലമില്ല. മുഹമ്മയിൽ നിന്ന് ബൂട്ടിലോ അല്ലെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി വഴിയോ വൈക്കം വഴിയോ വേണം കോട്ടയത്തിന് പോകാൻ. മറ്റാരെയും പഠിപ്പിക്കാത്ത മർമ്മപ്രയോഗങ്ങൾ പോലും ഗുരുക്കൾ തനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും അച്ഛൻ്റെ പ്രാണൻ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. ഇടം കൈകൊണ്ട് കണ്ണു തുടച്ച സിദ്ധാർത്ഥൻ പിന്നെ ദീർഘമായി നിശ്വസിച്ചു. എന്തിനാടാ ഇന്ന് നിന്നെ മാനേജർ വിളിപ്പിച്ചത്? അവൻ ചെന്നതേ രഘുറാം തിരക്കി. അങ്ങേരുടെ മോളെ കെട്ടിക്കോളാമോ എന്ന് ചോദിക്കാൻ. അവൻ കണ്ണിറക്കി. അത് നേരായിരിക്കും. ഒറ്റ മോളാ മാനേജർക്ക്. കണ്ടാലോ, ഈ നാട്ടിൽ അത്രയ്ക്കൊരു സുന്ദരി ഉണ്ടാവില്ല. രഘുറാം കളിയാക്കി. എങ്കിൽ നമുക്കതങ്ങ് ഉറപ്പിച്ചാലോ? സിദ്ധാർത്ഥന് ചിരിയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രഘുറാമിൻ്റെ ഭാവം മാറി. ഏതായാലും ഒന്ന് ഞാൻ പറയാം, നിന്റെ കളികൾ കൂടുന്നുണ്ട്. സിദ്ധാർത്ഥൻ തലയാട്ടി. അവൻ ഓർത്തു, അച്ഛൻ്റെ കൊലയാളികൾ അടുത്തൊക്കെയുണ്ട്. എന്നിട്ടും തനിക്കിങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നതെങ്ങനെ? അവർക്ക് മുന്നിലൂടെ മാർബിൾ പീസ് കയറ്റിയ ലോറി സാവധാനം പോയി. അതിൻ്റെ ഭാരം കാരണം ലോറിയുടെ ടയറുകൾ പൊട്ടുമെന്ന് തോന്നി. പെട്ടെന്നാണൊരു ബഹളം കേട്ടത്. സിദ്ധാർത്ഥനും രഘുറാമും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. പാഞ്ഞു വരുന്ന ഐക്കൺ ഷീൻ ബൈക്ക്. അതിനു മുന്നിലൂടെ നിലവിളിച്ചുകൊണ്ടോടുന്ന സത്യദാസ്. ബൈക്കിലിരുന്ന 6 പടയാൻ അലറി തെറി വിളിക്കുന്നു. സിദ്ധാർത്ഥൻ്റെ സിരകൾ ത്രസിച്ചു. അവൻ അവിടേക്ക് കുതിക്കാനാഞ്ഞു. വേണ്ട സിദ്ധു. രഘുറാം അവനെ വട്ടം പിടിച്ചു. പക്ഷേ ഒരു കൊച്ചുകുട്ടിയുടെ പിടിപിടിപ്പിക്കുന്നത് പോലെ സിദ്ധാർത്ഥൻ അയാളുടെ കൈകൾ പിടിച്ചകത്തി. പിന്നെ കാലുകൾ ചിറകുകളാക്കി ഓടി. പിന്നാലെ രഘുറാമും. അടുക്കി വെച്ചിരിക്കുന്ന മാർബിൾ പീസുകൾക്കിടയിലൂടെ വെട്ടിയൊഴിഞ്ഞോടുകയാണ് സത്യദാസ്. തൊട്ടില്ലെന്ന മട്ടിൽ പിന്നിൽ തന്നെയുണ്ട് 6 പടയാൻ്റെ ബൈക്ക്. ഒരു പരുന്ത് ഇരയെ ഓടിക്കുന്നത് പോലെ. അവസാനം പിന്നിൽ നിന്ന് ബൈക്കിൻ്റെ ഇടിയേറ്റു സത്യദാസിന്. ഹൃദയം പിളരുന്ന ഒരു നിലവിളിയോടെ അവൻ തെറിച്ചു വീണു. 6 പടയാൻ അവൻ്റെ പുറത്തുകൂടി ബൈക്ക് ഓടിച്ചു കയറ്റാൻ ഭാവിച്ചു. പെട്ടെന്ന് ഒരു ഉരുക്കുമുഷ്ടി ചീറി വന്നു. 6 പടയാൻ്റെ കഴുത്തിൽ ഇടി വീണു. ബൈക്ക് പാളി. ഒരലർച്ചയോടെ അവനും ബൈക്കും വലത്തേക്ക് മറിഞ്ഞു. മാർബിൾ പൊടികൾ തെറിപ്പിച്ചുകൊണ്ട് ബൈക്ക് വട്ടം കറങ്ങി ഒരു മാർബിൾ കല്ലിൽ ചെന്നിടിച്ചു. എഞ്ചിൻ ഓഫായി. വർദ്ധിത വീര്യത്തോടെ 6 പടയാൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ മുഖത്തും മുടിയിലുമൊക്കെ പൊടിയായിരുന്നു. തല തട്ടിക്കുടഞ്ഞുകൊണ്ടവൻ വെട്ടിത്തിരിഞ്ഞു. രഘുറാമിന് തടയാൻ കഴിയും മുമ്പ് സിദ്ധാർത്ഥൻ മുന്നോട്ട് നീങ്ങി. തൊഴിലാളികൾ ഓടിക്കൂടുകയാണ്. 6 പടയാൻ ശത്രുവിനെ കണ്ടു കഴിഞ്ഞു. കത്തുന്ന 4 കണ്ണുകൾ കൂട്ടിമുട്ടി. ഡേയ് അലറിക്കൊണ്ടവൻ സിദ്ധാർത്ഥന് നേർക്ക് കുതിച്ചു ചാടി. അടുത്ത നിമിഷം 6 പടയാന് നെഞ്ചിനു മധ്യത്തിൽ ഇടിയേറ്റു. അവൻ്റെ തുറന്ന വാ അങ്ങനെ തന്നെയിരുന്നു. ഓടിയെത്തിയവർ പിന്നിൽ നിന്ന് കുരുക്കുകൾ വീണതുപോലെ നടുങ്ങി നിന്നു. രഘുറാമിന് ഒച്ച പോലും നഷ്ടമായി. ഇടിയേറ്റ 6 പടയാൻ ഒരു നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നിയത്. പിന്നെ അവൻ മാർബിൾ പൊടിയിലേക്ക് കമിഴ്ന്നു വീണു.
അവന്റെ അടിയിൽ നിന്ന് പുക പോലെ നാലുപാടും പൊടിയുയർന്നു. ഒരു നിമിഷം അർദ്ധരാത്രിയിൽ എന്ന പോലെ മാർബിൾ ക്വാറിയിൽ നിശബ്ദത പരന്നു. കണ്ടു നിന്നിരുന്ന തൊഴിലാളികൾ അമ്പരപ്പോടെ പരസ്പരം നോക്കി. 6 പടയാനെ തല്ലുക, അതും ഇന്നലെ വന്ന വെറുമൊരു തൊഴിലാളി. താൻ അടിമുടി വിറയ്ക്കുന്നത് പോലെ തോന്നി രഘുറാമിന്. ഭീതിയോടവൻ സിദ്ധാർത്ഥനെ നോക്കി. സിദ്ധാർത്ഥനാണെങ്കിൽ 6 പടയാനിൽ നിന്ന് ദൃഷ്ടികൾ മാറ്റാതെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥൻ തങ്ങൾക്ക് മുന്നിൽ ഒരു മലയോളം വളരുന്നതായി തൊഴിലാളികൾക്ക് തോന്നി. പൊടിപടലങ്ങൾക്കിടയിലൂടെ 6 പടയാൻ വീണ്ടും എഴുന്നേറ്റു. മലയാളം കഴിവേറി, നീ എൻ്റെ മേൽ കൈവയ്ക്കുവാൻ മാത്രം വളർന്നു അല്ലേടാ. ഗറില്ലയെപ്പോലെ വായ് പിളർന്നുകൊണ്ടവൻ കൈ ചൂണ്ടി അലറി. അവൻ്റെ വായിൽ ചോരയുടെ ചുവപ്പ് മറ്റുള്ളവർ കണ്ടു. സിദ്ധാർത്ഥനിൽ പക്ഷേ ഭാവഭേദമൊന്നും ഉണ്ടായില്ല. അനിയ, സാവകാശം അവൻ വിളിച്ചു. ഈ ഒരു അപമാനം നീ ഇരന്നു വാങ്ങിയതാ. ഒരു പാവം തൊഴിലാളിയെ യാതൊരു ന്യായവുമില്ലാതെ ആക്രമിച്ചതിന്. പിന്നെ തെമ്മാടിത്തം കാണിക്കുമ്പോൾ പ്രതികരിക്കുന്നതിന് മലയാളിയെന്നോ തമിഴനെന്നോ ഉള്ള വ്യത്യാസത്തിൻ്റെ ആവശ്യവുമില്ല. ഒന്ന് നിർത്തി സിദ്ധാർത്ഥൻ തുടർന്നു തിരക്കി. നിന്റെ അച്ഛൻ മലയാളിയായിരുന്നില്ലേ? അദ്ദേഹം തൊഴിലാളികളോട് ഇങ്ങനെ പെരുമാറുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോടാ? 6 പടയാൻ അവനെ തുറച്ചു നോക്കി. അവൻ്റെ നീക്കം വളരെ പെട്ടെന്നായിരുന്നു. വട്ടം കറങ്ങി വരുന്ന ഒരു ചുഴലിക്കാറ്റ് പോലെ അവൻ ചീറി വന്നു. അപമാനവും ക്രോധവും അവനെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ എത്തിച്ചിരുന്നു. അവൻ്റെ മുടിയിഴകൾ ഇളകി. സിദ്ധാർത്ഥൻ്റെ കവിളടക്കം അടി വീണു. ഒപ്പം അടിവയറ്റിൽ ഒരു ചവിട്ട്. അവൻ പിന്നോട്ട് നിരങ്ങിപ്പോയി രഘുറാമിൽ ഇടിച്ചു നിന്നു. സിദ്ധു, വേണ്ടടാ, രഘുറാം വിലപിച്ചു. കൊല്ലാൻ വരുന്നവൻ്റെ മുന്നിൽ എന്നെ തടയല്ലേടാ. പറഞ്ഞതും സിദ്ധാർത്ഥൻ താഴേക്കമർന്നു. കൈകൾ തറയിൽ കുത്തി വലതുകാൽ മടവാൾ പോലെ വീശി ഒറ്റയടി. 6 പടയാൻ്റെ കാൽമുട്ടുകൾക്ക് താഴെ കുറുവടി കൊണ്ടെന്നവണ്ണം അടിയേറ്റു. അവൻ്റെ മുട്ടുകൾ മടങ്ങി. സിദ്ധാർത്ഥൻ ചാടി എഴുന്നേറ്റു. കാൽമുട്ട് മടക്കി അവൻ്റെ താടിയെല്ലിൽ ഒരു താടനം കൂടി. ഹാ! 6 പടയാൻ ഒരു തവളയെപ്പോലെ പിന്നോട്ട് മലച്ചു. ചിരട്ട പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം അവൻ്റെ താടിയെല്ലിൽ നിന്ന് കേട്ടു. ശത്രുവിന് പ്രതിരോധിക്കാൻ സമയം കൊടുക്കുന്നത് സിനിമയിൽ. ഇവിടെ അതിനുള്ള നേരമില്ല. മിന്നൽ വേഗത്തിൽ സിദ്ധാർത്ഥൻ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു. തുടർന്ന് മുഖം മാർബിൾ പീസിൽ ആഞ്ഞമർത്തി ഒരു വശത്തേക്ക് നിരക്കിക്കൊണ്ടുപോയി. കണ്ടു നിന്നിരുന്നവരിൽ നിന്നൊരു ശബ്ദമുണ്ടായി. 6 പടയാൻ്റെ മുഖം ഉരഞ്ഞ ഭാഗത്ത് മാർബിൾ കല്ലിൽ പെയിന്റ് കൊണ്ട് വരച്ചതുപോലെ ചോര പടർന്നു. 6 പടയാൻ അലറി. സിദ്ധാർത്ഥൻ പിടിവിട്ടപ്പോൾ മറ്റുള്ളവർ ഒരിക്കൽ കൂടി ഞെട്ടി. അവൻ്റെ മുഖത്തിൻ്റെ ഇടതുഭാഗത്ത് ചുവന്ന മാംസം മാത്രം. തലേന്ന് സത്യദാസിനെ 6 പടയാൻ തീൻമേശയിലൂടെ അമർത്തി വലിച്ചതിൻ്റെ ആവർത്തനം. തൻ്റെ മുഖം പഴുത്ത ലോഹത്തിൽ ഉരഞ്ഞ അനുഭവമായിരുന്നു 6 പടയാന്. വർദ്ധിത പകയോടെ അവൻ സിദ്ധാർത്ഥനെ നോക്കി. പട്ടി, ഈ മണ്ണിൽ നിന്റെ ആയുസ് തീർന്നു. ഇത് പറയുന്നത് ഞാനാ, 6 പടയാൻ. നിന്റെ ശവത്തിൽ തൊടാൻ പോലും ഒരുത്തനെയും അനുവദിക്കില്ല ഞാൻ. സിദ്ധാർത്ഥന് ചിരി വന്നു. അനിയ, ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഇത്രയും കൊണ്ട് പരിഹാരമായി എന്ന് സമാധാനിച്ചാൽ നിനക്ക് നല്ലത്. അതല്ല, എന്നോട് പക പോക്കാനാണ് നിന്റെ ശ്രമമെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി ചിലപ്പോൾ നിന്നെ ഞാനങ്ങ് കൊന്നെന്നിരിക്കും. അവൻ്റെ ശബ്ദം മാറിയിരുന്നു. അതുകൊണ്ട് നീ ചെന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക്. പിന്നെ എനിക്ക് നിന്നോടിപ്പോഴും യാതൊരു ദേഷ്യവുമില്ല. അറിവില്ലായ്മയും അനുസരണ പഠിക്കാനുള്ള അവസരം നിനക്കില്ലാതെ പോയതുമാണ് എല്ലാത്തിനും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6 പടയാൻ കൈലൈസ് എടുത്ത് മുഖത്തെ ചോരയൊപ്പി. ചോര കണ്ട് അവന് ഭ്രാന്തായി. തൊഴിലാളികളെ നോക്കി അവൻ അലറി. കൊന്നു വലിച്ചു കീറട ഈ പട്ടിയെ. എന്ത് കേസ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. ഒറ്റയാൾ പോലും അനങ്ങിയില്ല. അതവനെ കൂടുതൽ ചൊടിപ്പിച്ചു. നന്ദിയില്ലാത്തവന്മാരെ, നിനക്കൊന്നും ഇനി ഇവിടെ ജോലിയില്ല. നീയൊക്കെ ഇരന്ന് തിന്നും. നോക്കിക്കോ. അവൻ ചരിഞ്ഞു കിടന്നിരുന്ന തൻ്റെ ബൈക്ക് ഉയർത്തി അതിൽ കയറി. സിദ്ധാർത്ഥൻ്റെ വാക്കുകൾ പിന്തുടർന്നെത്തി. നീ ഇവരോട് നല്ലത് ചെയ്തിരുന്നെങ്കിൽ നീ പറയാതെ തന്നെ ഇവർ എന്നെ കൊന്നേനെ പടയാനെ. അത് പക്ഷേ നീ ചെയ്തത് ലോകത്താരും ചെയ്യാത്ത പ്രവൃത്തികളായിപ്പോയി. 6 പടയാൻ സെൽഫ് സ്റ്റാർട്ടർ പ്രസ് ചെയ്ത് ബൈക്ക് സ്റ്റാർട്ടാക്കി. ഞാൻ വരുമടാ, ഒറ്റയ്ക്ക് നിന്നെ തുണ്ടം തുണ്ടമാക്കാൻ. സിദ്ധാർത്ഥനോട് അലറിയിട്ട് അവൻ ബൈക്കിൽ പാഞ്ഞുപോയി. സത്യദാസ് ഓടി വന്ന് സിദ്ധാർത്ഥനെ കെട്ടിപ്പിടിച്ചു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായി ഒരാൺകുട്ടിയെ കണ്ടടാ, നന്ദി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പോടാ അവിടുന്ന്. രഘുറാം സത്യദാസിനെ തള്ളി മാറ്റി. ഇനി ഇവിടെ എന്തൊക്കെ നടക്കും എന്നറിയാമോ? ഒക്കേക്കും കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തനാ.
സത്യദാസ് രഘുറാമിനെ നേരെ തിരിഞ്ഞു. എന്തിയടാ നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നത്? അവൾക്ക് എന്ത് പറ്റിയെന്നെങ്കിലും നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോടാ? നിന്റെ അച്ഛൻ എങ്ങനെയാടാ മരിച്ചത്? ആ മരണത്തിനും പെങ്ങളെ കാണാതായതിനും കാരണക്കാരൻ ഈ ആറുപടയൻ എന്ന ചെകുത്താനാണെന്ന് പറയാനുള്ള ചങ്കുറപ്പെങ്കിലും ഉണ്ടോ നിനക്ക്? സിദ്ധാർത്ഥൻ ഞെട്ടലോടെ രഘുറാമിനെ നോക്കി. അവൻ്റെ തല കുനിയുന്നത് കണ്ടു. ഇക്കാര്യമൊന്നും ഇവനോ സീമന്തിനി അമ്മയോ തന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. സിദ്ധാർത്ഥൻ ഓർത്തു. കണ്ടോ സിദ്ധു, സത്യദാസ് പറഞ്ഞു. ഇവൻ മിണ്ടത്തില്ല. ഇവിടെ ആരും ഒന്നും മിണ്ടത്തില്ല. ഈ നിൽക്കുന്നവരിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങളും. അച്ഛൻ, അമ്മ, അനുജത്തി, അനുജൻ. സത്യദാസ് കിതച്ചു. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷേ എനിക്കെൻ്റെ പെങ്ങളെ ജീവന ആകേണ്ടി വന്നാലും ഇനി ഒരുത്തനെ കൊല്ലേണ്ടി വന്നാലും അവളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അവൻ്റെ ഒച്ച പതറി. കഴിവതും ക്ഷമിച്ചും ഒഴിഞ്ഞു മാറി നോക്കി. അതിനും പറ്റത്തില്ലെന്ന് വന്നാൽ പിന്നെ ഞാൻ എന്തു ചെയ്യണം? അവനെ ആശ്വസിപ്പിക്കും മട്ടിൽ സിദ്ധാർത്ഥൻ ആ തോളിലൊന്ന് തട്ടി. പിന്നെ രഘുറാമിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ താടി പിടിച്ചുയർത്തി. എന്നോടൊന്നും ചോദിക്കല്ലേ സിദ്ധു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രഘുറാം പൊട്ടിക്കരഞ്ഞു. ഞാൻ തളർന്നു പോകുമെടാ. അടുത്ത നിമിഷം ഇടിമിന്നൽ വേഗത്തിൽ ഒരു ബെൻസ് കാർ അവിടെ വന്നു നിന്നു. ഏവരും തിരിഞ്ഞു. കാറിൽ നിന്ന് മാനേജർ രാജഗുരു ഇറങ്ങി. എന്താ ഇവിടെ? അയാൾ ചുറ്റും നോക്കി. ആരും മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ? രാജഗുരുവിൻ്റെ ശബ്ദമുയർന്നു. ഞാൻ പറയാം. സിദ്ധാർത്ഥൻ മുന്നോട്ട് ചെന്നു. കാര്യം പറഞ്ഞു. രാജഗുരുവിൻ്റെ കണ്ണുകളിൽ അവിശ്വസനീയത മിന്നി. സിദ്ധു, അത്രയും വേണ്ടായിരുന്നു. അവസാനം അയാൾ പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ ഒരുത്തനെ കൺമുന്നിലിട്ട് കൊല്ലാൻ നോക്കിയാൽ എന്തു ചെയ്യണം സാറ് പറ? അതിനുത്തരമില്ലായിരുന്നു രാജഗുരുവിന്. പോയി ജോലി ചെയ്യ്, അയാൾ എല്ലാവരോടുമായി നിർദ്ദേശിച്ചു. തൊഴിലാളികൾ എന്തോ പിറുപിറുത്തുകൊണ്ട് പോയി. സിദ്ധാർത്ഥൻ അവിടെ തന്നെ നിന്നു. അയാൾ അവനോട് പറഞ്ഞു, വൈകിട്ട് വീട്ടിൽ വാ, അപ്പോൾ സംസാരിക്കാം. ശരി സാർ. അവനും രഘുറാമിൻ്റെ ഒപ്പം നടന്നു. തിരുപ്പത്തൂർ ഇൻബൺ ടവർ ലോഡ്ജ്. CKS ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഹെഡ് കോൺസ്റ്റബിൾ കുമാരനെ അവിടെ എത്തിച്ചിരുന്നു. യാസിർ അഹമ്മദും സംഘവും. അയാളെ നാട്ടിൽ അയക്കാമെന്ന് യാസിർ പറഞ്ഞെങ്കിലും കുമാരൻ സമ്മതിച്ചില്ല. വേണ്ട സാർ, നമ്മൾ ഒന്നിച്ചൊരു കാര്യത്തിനാണ് ഇവിടേക്ക് വന്നത്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ മടക്കയാത്രയുള്ളൂ. ആ വാക്കുകൾക്ക് മുന്നിൽ യാസിറിന് അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഏറിയാൽ 2 ദിവസം കൂടി, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങും കുമാര. യാസിറിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ നമ്മൾ മിക്കവാറും ഈ കേസിൻ്റെ അന്ത്യം കാണും. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, അതിൻ്റെ ദുരൂഹതകൾ ഒക്കെ ഇന്ന് വ്യക്തമാകും. മറ്റുള്ളവർ വിസ്മയത്തോടെ അയാളെ നോക്കി. എന്താ സാർ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ? സോളാർ ശങ്കർ പറഞ്ഞു. അതോ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുമാരൻ ഒന്നിറങ്ങിക്കോട്ടെ എന്ന് കരുതി. നേരത്തെ പറഞ്ഞാൽ ഒന്നും നോക്കാതെ നീ ചാടി പുറപ്പെടും. അത് വേണ്ട. ഇവിടെ നമ്മൾ ഒന്നിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ വേണം ഓപ്പറേഷൻ. എന്നാലും ഒരു സൂചനയെങ്കിലും താ സാറേ. നിക്സൺ പോളിന് ആകാംക്ഷ അടക്കാനാവുന്നില്ല. യാസിർ ചിരിച്ചു. തിരുപ്പത്തൂർ ഡാവിഞ്ചി എവിടെയുണ്ടെന്ന് ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഈ രാത്രി നമ്മൾ അയാളെ പൊക്കും. അതോടെ ഈ കേസിന് തിരശ്ശീല വീഴും. നിങ്ങൾ നോക്കിക്കോ. അയാൾ ബാക്കി പറയുന്നതിന് മുമ്പ് സെൽഫോൺ ശബ്ദിച്ചു. യാസിർ അതെടുത്തു നോക്കി. SP തമ്പുരാൻ. കാൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. കോറിഡോറിലൂടെ അങ്ങേയറ്റത്തെ ബാൽക്കണിയിലെത്തി. താഴെ റോഡിൽ വാഹനങ്ങളുടെയും ജനങ്ങളുടെയും പ്രവാഹം. സർ, പറയുന്നതിൻ്റെ ബാക്കി യാസിർ സംസാരിച്ചു. തിരുപ്പത്തൂർ ഡാവിഞ്ചിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കേരളത്തിലേക്ക് പുറപ്പെടും. അയാളെയും കൊണ്ട് തന്നെ. ചോദ്യം ചെയ്യാൻ സുരക്ഷിതമല്ല ഇവിടം. SP ഫ്രെഡി സാറ് ഇവിടെയുള്ളിടത്തോളം നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. യെസ്, ഞാനും അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു യാസിറെ. തമ്പുരാൻ IPSൻ്റെ ഘനഗംഭീരമായ ശബ്ദം കേട്ടു. പിന്നെ ഒന്ന് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളുടെ സൂചന അതാണ്. നിങ്ങളുടെ ചർച്ചകൾ പോലും ടേപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. മുറി മുഴുവൻ ഒന്ന് ചെക്ക് ചെയ്യണം സർ. തമ്പുരാൻ തുടർന്നു. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. തണ്ണീർമുഖത്ത് ആ പെണ്ണിൻ്റെ കയ്യിലിരുന്ന പ്രതിമയെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്ത നേരത്ത് തന്നെ അതേ കാരണത്തിനവിടെ ആളെത്തിയില്ലേ? യാസിൻ്റെ കണ്ണുകൾ വികസിച്ചു. ശരിയാണ് സർ. അതുപോലെ നിങ്ങൾ ഡാവിഞ്ചിയുടെ മകനെ പിടിക്കാൻ പോയപ്പോൾ നിങ്ങളെക്കാൾ മുന്നേ അവനെ കൊല്ലാൻ ആള് വന്നു. യാസിറിൻ്റെ പുരുകം ചുളിഞ്ഞു. ശരിയാണ്. മാത്രമല്ല നിങ്ങൾക്കുണ്ടായ ആ ആക്സിഡൻറ്റ് കൃത്യമായ പ്ലാനിംഗ് ആണതിൽ.
നിങ്ങൾ ആ വഴി സഞ്ചരിക്കുന്നു എന്നറിയാതെ എങ്ങനെയാ ഫ്രെഡി ലോറികൾ ആ വഴിക്ക് തന്നെ അയച്ചത്? തമ്പുരാന്റെ ചോദ്യം. മിഴിച്ചു നിന്നുപോയി യാസർ അഹമ്മദ്. തമ്പുരാന്റെ ശബ്ദമാണ് അയാളെ ഉണർത്തിയത്. അതുകൊണ്ട് ഇനിയുള്ള മൂവ്മെൻറ്റുകൾ വളരെ സൂക്ഷിച്ചു വേണം. ഓരോന്നും നിന്റെ ടീമിൽ ഉള്ളവരോട് പോലും സംസാരിക്കുന്നത് അപ്പോൾ മാത്രം. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. യാസർ പിടഞ്ഞുണർന്നു. വേണ്ടി വന്നാൽ ഞാനും വരാം അങ്ങോട്ട്. നിന്റെ ഒറ്റ ഫോൺ കോൾ മാത്രം മതി. അതിൻ്റെ ആവശ്യമില്ല സർ. ഓക്കെ, ഗുഡ് ലക്ക്. തമ്പുരാൻ കോൾ കട്ട് ചെയ്തു. യാസർ അഹമ്മദ് അല്പനേരം കൂടി അവിടെ തന്നെ നിന്നു. തമ്പുരാൻ സർ പറഞ്ഞത് മുഴുവൻ ശരിയാണ്, സൂക്ഷിക്കണം. ആ കരുതലോടെ അയാൾ തിരിച്ചു നടന്നു. നരസിംഹപ്പട്ടി, മദ്രാസ് തൂത്തുക്കുടി നാഷണൽ ഹൈവേയിൽ ഇടതുഭാഗത്ത് 1/2 കിലോമീറ്ററോളം നീളത്തിൽ മാർബിൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കൂറ്റൻ മതിൽ. 2 അടി നീളത്തിലും 1 അടി ഉയരത്തിലുമാണ് കല്ലുകൾ മുറിച്ചിരിക്കുന്നത്. മധ്യഭാഗത്ത് ആനവാതിൽ പോലെയുള്ള പടിപ്പുരയും സ്വർണ്ണ നിറമുള്ള കൂറ്റൻ ഗേറ്റും. ഒറ്റ നോട്ടത്തിൽ ഏതോ ഫിലിം സ്റ്റുഡിയോ ആണെന്നേ തോന്നൂ. അകത്തേക്ക് 100 മീറ്ററോളം മാർബിൾ കല്ലുകൾ തന്നെ പാകിയ ഡ്രൈവ് വേ. ഇരുവശത്തും കാറ്റാടി മരങ്ങൾ. ബാക്കിയുള്ള വിശാലമായ ഭാഗത്ത് പുൽത്തകിടികളും ഗാർഡനും. ഗേറ്റിൽ 2 വാച്ചർമാർ. ഇരച്ചു വന്ന പോലീസിന്റെ ഇന്നോവ ഗേറ്റിനു മുന്നിൽ ബ്രേക്കിട്ടു. ഓടിയെത്തിയ വാച്ചർമാർ ഗേറ്റിന്റെ ഇരുപാളികളും ഒരേപോലെ തുറന്നു. ഇന്നോവ അകത്തേക്ക് പാഞ്ഞുപോയി. മുന്നിൽ കൂറ്റൻ ബംഗ്ലാവ്. 7000ഓളം സ്ക്വയർ ഫീറ്റിൽ മാർബിൾ കല്ലുകളിൽ തന്നെ തീർത്തത്. വെയിലേറ്റ് അത് വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ബംഗ്ലാവിനെ ചുറ്റിയും ഡ്രൈവേ. 4 പൂമുഖങ്ങളും 4 പോർച്ചുകളുമാണ് ബംഗ്ലാവിന്. അതിനാൽ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഒരേപോലെ തോന്നും. ആദ്യത്തെ പൂമുഖത്തെത്തിയ ഇന്നോവ വലത്തേക്ക് തിരിഞ്ഞ് വീണ്ടും ഓടി 2ാമത്തെ പോർച്ചിന് മുന്നിൽ നിന്നു. അവിടെ വില കൂടിയ 3 ബൈക്കുകൾ, വേഗമേറിയ മോഡലുകൾ. ഹയബൂസ, ഐക്കൺഷീൻ, ഡോഡ്ജ് ടൊമാഹാക്, വീറ്റൺ സൂപ്പർ. ഇന്നോവയിൽ നിന്ന് റൂറൽ SP ഫ്രെഡി അയ്പ് ചാടിയിറങ്ങി വാതിൽക്കലേക്ക് നടന്നു. ലേസർ സംവിധാനമുള്ള വാതിൽ ഇരുവശത്തേക്ക് നിരങ്ങി മാറി. ഷൂസ് ഊരിയിട്ട് അയാൾ അകത്തേക്ക് കടന്നയുടൻ വാതിൽ അടയുകയും ചെയ്തു. തറയും ഭിത്തിയുമെല്ലാം മാർബിൾ ആയതിനാൽ AC ഇല്ലാതെ പോലും അവിടെ നല്ല തണുപ്പായിരുന്നു. കാലുകൾ മഞ്ഞിന് മീതെ കൂടി നടക്കുന്നത് പോലെ അയ്പിന് തോന്നി. യൂണിഫോം ധരിച്ച ഒരു പരിചാരകൻ ഓടിയെത്തി. സർ, പടയാൻ ഇവിടെ? ഫ്രെഡി അയാളെ നോക്കി. വരണം സർ. പരിചാരകന്റെ പിന്നാലെ അയാൾ വിശാലമായൊരു മുറിയിലെത്തി. ഒരു പ്രത്യേക രൂപത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന മുറി. ഒരു ഭാഗത്തെ ഷെൽഫിൽ നിറയെ മദ്യക്കുപ്പികൾ, പലതരത്തിലുള്ളവ, മുന്തിയ ഇനങ്ങൾ. 15.5 ലക്ഷം വിലയുള്ള ടൊക്കീല ലേ 925 ഫാഷൻ അസ്റ്റക്കയും 12 ലക്ഷം വില വരുന്ന സെനസി XO കോന്യാക്കും വരെയുണ്ട് കൂട്ടത്തിൽ. അതിന് താഴെ മദ്യപിക്കുന്നതിനായി മാത്രമുള്ള ടേബിളും ചെയറുകളും. മറ്റൊരു ഭാഗത്ത് ഭിത്തിയുടെ പകുതിയോളം വലിപ്പമുള്ള LED TVയും കമ്പ്യൂട്ടറും മറ്റ് മ്യൂസിക് സിസ്റ്റങ്ങളും. 3ാം ഭാഗത്ത് മ്യൂസിയത്തിലേതുപോലെ തോന്നിക്കുന്ന സ്റ്റഫ് ചെയ്ത മൃഗശിരസ്സുകൾ, മാനുകൾ, സിംഹം, കടുവ. അവിടെ മുറിയുടെ മധ്യത്തിൽ വൃത്താകൃതിയിലുള്ള ഒരു കിടക്ക, വില കൂടിയ മെത്ത. അതിലിരിക്കുകയാണ് ആറുപടയാൻ. താടി നീരുവന്ന് വീർത്തിരിക്കുന്നു. മുന്നിൽ ഈട്ടിത്തടി കൊണ്ടുണ്ടാക്കിയ കസേരകളിൽ ഒന്നിൽ ഒരു മഹാറാണിയെപ്പോലെ വീരലക്ഷ്മി, ഷൺമുഖ പെരുമാളിന്റെ ഭാര്യ. 50 വയസ്സുവരും. 1 ലക്ഷം വില വരുന്ന സർ സിൽക്കിന്റെ ഹാൻഡ് ക്രാഫ്റ്റഡ് മ്യൂസിക്കൽ ഗ്രീൻ സിൽക്ക് സാരിയാണ് വേഷം. കഴുത്തിൽ ചുവന്ന രത്നമുള്ള മാല. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ഒന്ന് പതറിപ്പോകുന്ന കത്തുന്ന മുഖം. മറ്റൊരു കസേരയിൽ 20 വയസ്സ് തോന്നിക്കുന്ന യുവതി, ഉലകുമയിൽ, പെരുമാളിന്റെ മകൾ. സ്ട്രെയിറ്റ് ചെയ്ത മുടിയും ഷേപ്പ് ചെയ്ത പുരുകങ്ങളും. അതിസുന്ദരി അല്ലെങ്കിലും അങ്ങനെ തോന്നിക്കുവാൻ വേണ്ട മേക്കപ്പൊക്കെയുണ്ട്. 3ാമതായി പെരുമാളിന്റെ 2ാമത്തെ മകൻ ഭൂപതി പാണ്ഡ്യൻ. മൂവരുടെയും ഇരിപ്പ് കണ്ടാൽ വീട്ടിലെത്തിയ അതിഥികളാണെന്നേ തോന്നൂ. ആറുപടയാന്റെ അരികിൽ ഒരു ട്രേയിൽ മദ്യക്കുപ്പിയും കുറെ കോട്ടനും ഇരിപ്പുണ്ട്. കോട്ടൻ മദ്യത്തിൽ മുക്കി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ഉരഞ്ഞുപോയ മുഖത്ത് പുരട്ടുകയാണവൻ. ഫ്രെഡി അയ്പോ ചെന്നപ്പോൾ ഏവരും തിരിഞ്ഞു നോക്കി. തന്നെയൊക്കെ ഇവിടെ SP ആയിട്ട് കൊണ്ടുവച്ചിട്ടും എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടില്ലേടോ? അയാളെ കണ്ടതും വീരലക്ഷ്മി ചീറി. മാഡം, ഞാൻ വിവരം അറിഞ്ഞതിപ്പോഴാ. ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് അവനെ പൊക്കാമെന്ന് കരുതി. ഇവിടുത്തെ അനുമതി വേണമല്ലോ, ഫ്രെഡി അയ്പ് ഭവ്യതയോടെ അറിയിച്ചു. പരിചാരകൻ കൊണ്ടിട്ട കസേരയിൽ ഉറച്ചും ഉറയ്ക്കാതെയും എന്ന പോലെ അയാൾ ഇരുന്നു. ആറുപടയാൻ കൈ ഉയർത്തി. അതൊന്നും വേണ്ടടോ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്താൽ
പോകുന്നത് എൻ്റെ വിലയാ. അത് പാടില്ല. എനിക്ക് വേണം അവനെ. മറ്റു തൊഴിലാളികൾക്ക് എന്നും ഒരു പാഠമായി അവരുടെ മുന്നിലിട്ട് എനിക്കവനെ കൊല്ലണം. എന്നാലും ഞാൻ ഫ്രെഡി ബാക്കി പറയാൻ അവൻ സമ്മതിച്ചില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേടോ കോപ്പേ. തൻ്റെ സഹായം വേണ്ടപ്പോൾ ഞാൻ അറിയിക്കാം. പോരെ? മതി മതി സാർ. വിളറിയ ഒരു ചിരിയോടെ ഫ്രെഡി സമ്മതിച്ചു. ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചൊന്ന് ഡ്രസ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ഏട്ടൻ സമ്മതിക്കുന്നില്ല. ഉലകുമയിൽ പിറുപിറുത്തു. ഇതിനേക്കാൾ വലിയ മരുന്നെന്താ? മുഖം തുടച്ച കോട്ടൺ ട്രെയിലേക്കിട്ടിട്ട് മദ്യക്കുപ്പിയെടുത്ത് വായിലേക്കൊന്ന് ചരിച്ചു ആറുപടയാൻ. പിന്നെ ക്രൂരമായി ചിരിച്ചു. അവനെ കൊന്ന് തൊലിയൊരുക്കി ഞാൻ. അതുവരെ ഈ മുഖത്ത് മെഡിസിൻ തൊടില്ല. അതെൻ്റെ തീരുമാനമാ. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്യാം ഏട്ടാ. ഭൂപതി പാണ്ഡ്യൻ നേരത്തെ പലവട്ടം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചു. വേണ്ടെന്ന് പറഞ്ഞില്ലേടാ? ഭൂപതി ദേഷ്യത്തിൽ എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഏട്ടൻ്റെ ഇഷ്ടം പോലെ. മറ്റുള്ളവർക്ക് മാനക്കേടുണ്ടാക്കരുത്. ഏതായാലും അങ്കിൾ ഇന്ന് വരും. പിന്നെ ഞങ്ങൾ ഒന്നങ്ങ് തീരുമാനിക്കും. അവൻ അകത്തേക്കുള്ള വാതിൽ കടന്നുപോയി. ആ ക്ഷണം ഫ്രെഡി അയ്യപ്പിൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ അതിൽ നോക്കിയിട്ട് പറഞ്ഞു, അദ്ദേഹമാ ധനുഷ്കോടി സാബ്. ഫോൺ എടുക്ക്. ആറുപടയാൻ നിർദ്ദേശിച്ചു. ഫ്രെഡി അറ്റൻഡ് ചെയ്തു. താൻ എവിടാ? കുപ്പിച്ചില്ലുകൾ ചിതറുന്നത് പോലെയുള്ള ശബ്ദം. സാബ്, ഞാൻ ബംഗ്ലാവിലാ. അവൻ എന്തിയെ പടയാൻ? ഇവിടുണ്ട്. ഞാൻ കളത്തിലിറങ്ങാൻ സമ്മതിക്കുന്നില്ല. ധനുഷ്കോടി നാടാർ അമർത്തി മൂളി. തനിക്ക് അത്യാവശ്യമായി മറ്റൊരു പണിയുണ്ട്. അപ്പുറത്ത് നിന്ന് കേട്ട വാക്കുകൾ ഫ്രെഡിയുടെ മുഖത്ത് പലവിധ ഭാവങ്ങൾ ഉണ്ടാക്കി. ശരി സാബ്, അങ്ങനെ ചെയ്യാം. അയാൾ ചാടി എഴുന്നേറ്റു. എന്താടോ? വീരലക്ഷ്മി അയാളെ തുറച്ചു നോക്കി. അയാളെ, ആ ഡാവിഞ്ചിയെ കാണാനില്ലെന്ന്. വീരലക്ഷ്മി മാത്രമല്ല, ആറുപടയാനും ഞെട്ടി. ഉലകുമയിൽ മാത്രം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരുന്നു. ഇനിയൊന്നും നോക്കണ്ട. ആറുപടയാൻ്റെ കൽപ്പന. ഫിനിഷ് ഹിം ആൻഡ് ക്ലോസ് ദ ചാപ്റ്റർ. യു ക്യാൻ ഗോ നൗ. യെസ് സർ. തുകൽ ഉറയിലെ പിസ്റ്റളിൽ ഒന്ന് തടവിക്കൊണ്ട് ഫ്രെഡി അയ്യപ്പ് വന്ന വഴിയെ തിരിഞ്ഞു. അയാൾക്ക് മുന്നിൽ ഡോർ നിരങ്ങി മാറി. അടുത്ത ഭാഗം നാളെ.